അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിശുദ്ധ റമളാനിലെ നടുവിലെ പത്തിലെ അവസാന ദിവസത്തിലാണ് നമ്മളുള്ളത്. ഇന്ന് മഗ്‌രിബോട് കൂടെ അവസാന പത്ത് ആഗതമാവുകയാണ്. ഉത്ഖും മിനന്നാറിൻ്റെ 10 ദിവസങ്ങൾ, നരകമോചനത്തിൻ്റെ 10 ദിവസങ്ങൾ ഇന്ന് മഗ്‌രിബോട് ആഗതമായി. ഇന്ന് 21-ാം രാവ്. ലൈലത്തുൽ ഖദ്ർ കൂടുതൽ പ്രതീക്ഷിക്കാവുന്ന രാത്രികളാണ് ഇനി നമ്മളിലേക്ക് കടന്നു വരുന്നത്. അള്ളാഹു അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തി വിജയിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഈ 2 ദിക്റുകൾ ഈ 10 ദിവസങ്ങളിൽ നമ്മൾ കൂടുതലാക്കണം. റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ. സാധാരണ കൂട്ടുകാരൊക്കെ പറയാറുണ്ട്, നിങ്ങളെ ചാനലിൽ ആളുകൾ കൂടണമെങ്കിൽ നിങ്ങളതൊന്ന് പറയണം, സബ്സ്ക്രൈബ് ചെയ്യൂ, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ എന്നൊക്കെ നിങ്ങൾ പറയണമെന്ന്. ഞാനത് പറയാറില്ല. അത് പറയുന്നതിൽ ഖൈറുണ്ടാവാം. നമ്മൾ പറയുന്ന ആശയങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാം എന്ന ഒരു നന്മ അതിലുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാനിന്ന് ചർച്ച ചെയ്യാൻ എടുത്തിട്ടുള്ള വിഷയം പലർക്കും അലോസരം സൃഷ്ടിക്കുമെന്നറിയാം. പക്ഷേ ചില സത്യങ്ങൾ ആരെങ്കിലുമൊക്കെ തുറന്ന് പറയണമല്ലോ. അപ്പോൾ ഏറ്റവും ദുർബലമായ നിയമനവും പിരിച്ചുവിടലും നടക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ ഉസ്താദുമാർ ജോലി ചെയ്യുന്ന മദ്രസകൾ, പള്ളികൾ, സ്ഥാപനങ്ങൾ എല്ലാം. നമ്മുടെ അനുഭവമുള്ളത് കൊണ്ട് നമ്മൾ പറയുകയാണ്. മറ്റെല്ലാ ഫീൽഡിലും ഒരു പക്ഷേ ഇങ്ങനെ തന്നെ ആയിരിക്കാം. പക്ഷേ വളരെ ഉദാത്തമായ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാമുഖ്യമുള്ള ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗം എന്ന നിലക്ക് ആ നിയമനവും പിന്നെ പുറത്താക്കലും ഇത്ര ദുർബലമാകാൻ പാടില്ല എന്നാണ് എൻ്റെ പക്ഷം. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഉത്തമർ ഇൽമ്, പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് തുടങ്ങി ഇൽമിൻ്റെ അഹ്ലുകാർക്കുള്ള വിശേഷണങ്ങൾ പരിശുദ്ധ ഇസ്ലാമിൽ എമ്പാടും നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഈ ഒരു സമയം ഒരുപാട് ഉസ്താദുമാർ കണ്ണീർ വാർക്കുന്ന സമയമാണ്. അകാരണമായി പിരിച്ചുവിടുകയാണ് ഉസ്താദുമാരെ. ഞാൻ ഇന്നലെ ഒരിടത്ത് ഞങ്ങൾ ചർച്ച നടക്കുമ്പോൾ ഒരു ടീച്ചറെക്കുറിച്ച്, ഒരു പ്രൈമറി സ്കൂളിലെ ടീച്ചറെക്കുറിച്ചുള്ള ചർച്ചയാണ്. ആ ടീച്ചറടുത്തേക്ക് തന്നെ കുട്ടികൾ പോകുന്നത്, അവർ വളരെ ക്രൂരമായാണ് കുട്ടികൾ പെരുമാറാറുള്ളത്. ചെറിയ മക്കളല്ലേ, അവരെ ലാളിച്ച് സ്നേഹിച്ച് കൊണ്ട് നടക്കുന്നതിന് പകരം പരുഷമായ സ്വഭാവത്തിലാണ് അവർ പെരുമാറാറുള്ളത് എന്നൊരു ടീച്ചറെ കുറിച്ചും, മറ്റൊരു അധ്യാപകനെ കുറിച്ച്, അയാൾക്കിവിടെ ക്ലാസ് എടുക്കാൻ ഒഴിവ്, അയാൾ സ്കൂളിൽ വരും, എഴുതിയിടാന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി മൊബൈൽ തോണ്ടും, ഇതല്ല അല്ലെങ്കിൽ മറ്റെടുക്കെങ്കിലും പോകും. അപ്പം ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഗവൺമെൻറ് സംവിധാനമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ എപ്പോഴോ പുറത്താക്കൽ കഴിഞ്ഞു. അപ്പോൾ ഗവൺമെൻറ് ജോലിയാകുമ്പോൾ അവിടെ അങ്ങേയറ്റത്തെ ക്രമക്കേടുകൾ കാണുമ്പോൾ മാത്രമാണ് പുറത്താക്കൽ നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു സേഫാണ്. ആ സ്ഥാനത്ത് ഉസ്താദുമാർ എല്ലാ നിലക്കും എഫേർട്ട് എടുത്ത് പഠിപ്പിച്ചാലും പ്രവർത്തിച്ചാലും ചില്ലറ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുറത്താക്കുന്ന ഒരു പ്രവണത നമുക്കിടയിൽ വർദ്ധിച്ചു വന്നിട്ടുണ്ട്. ചില ആളുകൾ കമ്മിറ്റി യോഗത്തിൽ പോകുന്നത് അതിനു വേണ്ടിയാണ്. ഉസ്താദ് ഒന്ന് പുറത്താക്കണം, എൻ്റെ കുട്ടീനെ തല്ലിയിട്ടുണ്ട്, അയാളെ പുറത്താക്കണം. അല്ലെങ്കിലോ വേറെന്തെങ്കിലും, അയാൾ മറ്റേ ഗ്രൂപ്പിൻ്റെ ആളാണ്, അപ്പം അയാൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടേ ശരിയാക്കണം. പഠിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, അയാളെ ഗ്രൂപ്പ് ശരിയില്ല, അതുകൊണ്ട് അയാളെ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് അടുത്ത മീറ്റിങ്ങിന് പുറത്താക്കണം. ഇതിനു വേണ്ടി ആ മീറ്റിങ്ങിന് പോകണം. ആ മീറ്റിങ്ങിന് മാത്രം പോണ കമ്മിറ്റിക്കാരുണ്ട്. പിന്നെ ചില സ്ഥലത്ത് അയാൾ എന്നെ ബഹുമാനിച്ചിട്ടില്ല, അയാൾ എൻ്റെ കുട്ടീനെ പാട്ട് പഠിപ്പിച്ചിട്ടില്ല, ഈ വ്യക്തി അല്ലെങ്കിൽ നമ്മുടെ കമ്മിറ്റി പ്രസിഡന്റിനെ അയാൾ ബഹുമാനിച്ചില്ല,
അയാളെ പുറത്താക്കണം. കമ്മിറ്റിക്കെതിരെ അയാൾ സംസാരിച്ചു, കമ്മിറ്റിൻ്റെ അനീതിക്കെതിരെ സംസാരിച്ചു, അയാളെ പുറത്താക്കണം. ഇങ്ങനെ തുടങ്ങി ചില്ലറ കാര്യങ്ങൾക്ക് വേണ്ടി ചില സ്ഥലത്ത് ഉസ്താദന്മാരെ വെറുതെ പുറത്താക്കുക. ഇനി 10-15 കൊല്ലമായില്ലേ ഇങ്ങനെ ഒഴിവാക്കുക. ഒരു കൂട്ടുകാരനെ ഇപ്പോൾ ഒഴിവാക്കി, എന്തേ? ഒന്നുമില്ല, 15 കൊല്ലമൊക്കെ ആയില്ലേ, 20 കൊല്ലമായി, 19 കൊല്ലമായി, ഒഴിവാക്കുന്നേ. അതുപോലെ മറ്റൊരു മദ്രസ കേട്ടു, മദ്രസൊക്കെ പൊളിച്ച് പണിത് വൃത്തിയാക്കി നല്ല ഉഷാറാക്കിയപ്പോൾ അപ്പോൾ പുതിയ കൂടായി, ഇനി പുതിയ കിളികളെ വേണമെന്ന് പറഞ്ഞിട്ട് മൊത്തം ഉസ്താദ്മാരെ പിരിച്ചു വിട്ടു. ഇന്നലെ ഒരു ഉസ്താദിനോട് പറഞ്ഞു, പള്ളിയൊക്കെ ഞങ്ങൾ പൊളിച്ച് പണിതതിന് വേണ്ട പ്രവർത്തനങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു, പിന്നെ കുട്ടികൾക്കൊക്കെ താല്പര്യം, കുറച്ച് പ്രായം കുറഞ്ഞ ആൾ മതി, ചെറുപ്പക്കാരെ മതി. അങ്ങനെ പ്രായം ചെന്ന ഉസ്താദിനെ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ്. പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യുന്നത് വലിയ സേവനമാണ്. മദ്രസയ്ക്ക് വേണ്ടി, പള്ളിക്ക് വേണ്ടി ഉസ്താദുമാർ സേവനം ചെയ്യുന്നത് തുച്ഛമായ ശമ്പളം വാങ്ങിയിട്ട്. നിങ്ങളൊരു ശമ്പളവും പറ്റാതെയാണ് മദ്രസക്കും പള്ളിക്കും വേണ്ടി ഓടി നടന്ന് പ്രവർത്തിക്കുന്നത്. നല്ല ഇഖ്ലാസ് ഉണ്ടെങ്കിൽ നല്ല കൂലി കിട്ടും. പക്ഷേ നിങ്ങളുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടനാ താല്പര്യങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ഉസ്താദുമാരെ നിങ്ങൾ പിരിച്ചുവിടുന്നുണ്ടോ, ഒരു പക്ഷേ ഇവിടെ നിങ്ങൾ വിജയിക്കും. ജനങ്ങൾ ഒന്നിച്ചെതിർത്താലും നിങ്ങളുടെ കമ്മിറ്റിയുടെ തീരുമാനം നിങ്ങൾക്ക് നടപ്പാക്കാൻ കഴിയും. അല്ലെങ്കിൽ നിങ്ങൾ തരം താണ ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വരും. പലയിടത്തും ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. അകാരണമായി പുറത്താക്കിയതിൻ്റെ പേരിൽ രക്ഷിതാക്കൾ ഒന്നടങ്കം എതിർക്കുമ്പോൾ തരം താണ അപവാദ പ്രചരണങ്ങൾ നടത്തി ഉസ്താദുമാരെ ഇകഴ്ത്തി രക്ഷപ്പെടുന്ന കമ്മിറ്റിക്കാരുണ്ട്. നിങ്ങളുടെ കളികളൊന്നും പടച്ച തമ്പുരാൻ്റെ കോടതിയിൽ വിജയിക്കൂല. അവിടെ നീതി മാത്രം വിജയിക്കുന്ന ഇടമാണ് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. നിങ്ങളെ ഏൽപ്പിച്ചത് അമാനത്താണ്. അമീനുൽ ആം, ജനറൽ സെക്രട്ടറിക്ക് അറബി പറയുന്ന പേരാണ് അമീൻ, സെക്രട്ടറി. അമീൻ എന്ന് പറഞ്ഞാൽ വിശ്വസ്തനായിരിക്കണം. നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ് സമൂഹം, പള്ളിയുടെ അല്ലെങ്കിൽ മദ്രസയുടെ ഉത്തരവാദിത്വം. അത് നമ്മുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബ താല്പര്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സംഘടന താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ പടച്ച തമ്പുരാൻ്റെ കോടതിയിൽ രക്ഷപ്പെടൂല എന്ന് മാത്രം. അതുപോലെ തന്നെ MSR ഇല്ല എന്ന് പറഞ്ഞ് പുറത്താക്കുക. MSR നേരത്തെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. MSR അയാൾ ഇന്ന സംഘടനയുടെ ആളാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റാണ്, അതിനുള്ള ഒരു ഉപാധിയാണ്. അതിന് പഠിപ്പിച്ച സ്ഥലങ്ങളും അതുപോലെ തന്നെ അയാളുടെ നാട്ടിലത്തെ സംഘടനയുടെ കത്തുകൾ, അങ്ങനെ പല സംഗതികൾ കൂടിയിട്ട് ഒരു MSR വേണമെന്ന് നിർബന്ധമാക്കുകയാണ്. റേഞ്ചിൽ നിന്നും എവിടുന്ന് നിർബന്ധിച്ചാലും നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കുന്നത്, അതിന് ശമ്പളം കൊടുക്കുന്നത്, മദ്രസ ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങളാണ്. അതുകൊണ്ട് ഒരു റേഞ്ചിൻ്റെ ഓലപ്പാമ്പും കണ്ട് നിങ്ങൾ പേടിക്കേണ്ടതില്ല. നിങ്ങൾ പരീക്ഷ നടത്താനായിക്കൂലേ, ഞങ്ങൾ നടത്തിക്കോളാന്നാണ്, വിഷയം തീർന്നു. അവരെന്ത് ചെയ്യുന്നുണ്ട്? ക്വസ്റ്റ്യൻ പേപ്പർ തന്നതാ, അവർ ചെയ്യുന്ന സേവനം, അവരെ പുസ്തകം നമ്മൾ കാശുപത്രത്തിൽ വാങ്ങണ വെറുതെ തന്നതാ. അപ്പം അതൊന്നും പറഞ്ഞിട്ട് ഉസ്താദുമാരെ പുറത്താക്കാൻ അതില്ല. നേരെ മറിച്ച് നിങ്ങളൊരു വിഭാഗം മാത്രം ഉണ്ടാക്കിയ മദ്രസയാണെങ്കിൽ നിങ്ങൾക്ക് ആ വിഭാഗത്തിൻ്റെ ആളുകളെ മാത്രം നിർത്താം. പൊതുവായി എല്ലായിടത്തും, ഇന്നലെ എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ അടുത്ത് പള്ളി മദ്രസയിലെ പിരിവിന് വേണ്ടി നിന്നു, 1200 രൂപ കൊടുത്തത് പറയല്ല, ഞാൻ പള്ളി മദ്രസയിലേക്ക് കൊടുത്തു. ആ മദ്രസയിലും ഞാനൊരു പോസ്റ്റ് അന്വേഷിച്ച് എന്നാൽ എന്നെ എടുക്കൂല. കാരണം എന്നെ പഠിപ്പിക്കാൻ പറ്റായിട്ടല്ല, എനിക്ക് MSR ഇല്ല. എങ്കിലും ആ പിരിവിന് എൻ്റെ വീട്ടിൽ വരാൻ പാടുണ്ടോ? എൻ്റെ കുട്ടികളോട് പഠിപ്പിക്കാൻ അനുവദിക്കാൻ പാടുണ്ടോ? അപ്പോൾ ഇത്തരം അന്യായങ്ങൾ, അനീതികൾ, ഫാഷിസം കൊണ്ട് നടക്കുന്ന കമ്മിറ്റിക്കാരോട് പറയാനുള്ളത്, പടച്ച തമ്പുരാൻ്റെ കോടതിയിൽ നിങ്ങളുടെ എതിർപക്ഷത്ത് ഞങ്ങൾ ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്കൊക്കെ സത്യത്തിൻ്റെ പേരിൽ ഉറച്ചു നിൽക്കാനും നീതിക്ക് വേണ്ടി പ്രവർത്തിക്കാനും തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.